ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അക്ഷയ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വിശേഷ ദിവസമാണ്. എന്താണെന്നല്ലേ, ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ പോവുകയാണ്. ഇന്ന് ഞങ്ങളുടെ വാവയുടെ ചോറൂണാണ് കേട്ടോ. ഞാനും പൊന്നും ഏട്ടനും പിന്നെ അമ്മയും എൻ്റെ കസിൻ തീർച്ചയാണ് പോകുന്നത്. പൊന്നുൻ്റെ ഫാമിലി ഓൾറെഡി ഒരു 6 മണിയാകുമ്പോഴേക്ക് തന്നെ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ലേറ്റ് ആവുന്ന കാരണം എന്താ വെച്ചാൽ ഏട്ടൻ ഇന്നലെ ഒരു ഓട്ടം പോയിട്ട് ഇപ്പോഴാണ് വന്നത് കേട്ടോ. ഞങ്ങളെല്ലാവരും 4 മണിയാകുമ്പോൾ കുളിച്ചൊരുങ്ങി ഇരിക്കുന്നുണ്ട്. പക്ഷേ ഏട്ടൻ എത്തിയത് 8 മണിയായിട്ടാണ്. അപ്പോൾ നമ്മൾ 8 മണിയാകുമ്പോഴാണ് ഇവിടുന്ന് പോയത്. 11:30-ൻ്റെ ഉള്ളിൽ അവിടെ എത്തണം. കാരണം വാവയ്ക്ക് ചോറിൻ്റെ ടൈം കിട്ടിയത് 11:30-ൻ്റെ ഉള്ളിൽ പോകണം കേട്ടോ. അപ്പോൾ നമ്മളൊരു 10:30 അവിടെ എത്തി. നമ്മൾ ടെൻഷനായിരുന്നു, പക്ഷേ നമ്മൾ 10:30 ആകുമ്പോഴേക്കും അവിടെ എത്തിയേ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഗുരുവായൂർ പോണത്. അതെ, ഐ ആം ദ ബാലമണി. അതുകൊണ്ട് തന്നെ എൻ്റെ സന്തോഷം എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അത്ര എക്സൈറ്റഡാണ്. കാർന്ന് വാവ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഇതേ ഗുരുവായൂർ എത്താനായപ്പോൾ ആൾ കറക്റ്റ് എണീറ്റു. അങ്ങനെ ഞങ്ങളിതാ ഗുരുവായൂരെത്തി ഗൈസ്. അതെ, ഞാൻ ഗുരുവായൂരെത്തി. ഇവിടെ ഒന്ന് വരിക എന്നുള്ളത് എൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ്. ഒരുപാട് കാലത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചപ്പം മുതലുള്ള ഒരു ആഗ്രഹം തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും കാലമായിട്ടും എനിക്ക് വരാൻ പറ്റിയില്ല. ഓരോരോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് വരേണ്ട സമയത്ത് ഓരോരോ തടസ്സങ്ങൾ വരികയാണ്. ഈ ഒരു സ്ഥലമൊക്കെ എൻ്റെ സന്തോഷം ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയാമെന്ന് എനിക്കറിയില്ല. അത്രയും ഞാൻ ഹാപ്പിയാണ്, അത്രയും ഹാപ്പി. പക്ഷേ ഇവിടുത്തെ ഓരോ മുക്കും മൂലയും എനിക്കറിയാം കേട്ടോ. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഗുരുവായൂർ അപ്ഡേറ്റ്സ് നമുക്ക് പേജ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഓരോ റീലും കാണുമ്പോൾ എനിക്കിങ്ങോട്ട് ഓടി വരാൻ തോന്നും. പക്ഷേ നമുക്കങ്ങനെയൊന്നും ഓടി വരാൻ പറ്റില്ലല്ലോ. അതിനിടയിലൊരു കാര്യം പറയട്ടെ, എൻ്റെ ആങ്ങളെയും നാത്തൂനും വീണ്ടും കെട്ടി. അവർക്ക് ഇവിടുന്ന് കല്യാണം കഴിക്കണം എന്നൊരു നേർച്ച ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ അവരിവിടുന്ന് ഒന്നുകൂടി മാറിയിട്ടു. നുന്നുവ ഭയങ്കര ഹാപ്പി ആൻഡ് ലക്കിയസ്റ്റാണ്. കാരണം അച്ഛൻ്റെയും അമ്മേൻ്റെയും കല്യാണം അവർക്ക് കാണാൻ പറ്റിയല്ലോ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞത് ഒരു ഫാൻ നോക്കിയാൽ വലിയൊരു ഫാനല്ലേ. അങ്ങനെ കല്യാണവും കാതുകുത്തും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് അതിലിടയ്ക്കൊന്ന് ചുറ്റിക്കറങ്ങി. ചോറൂണ്ട സ്ഥലത്തുള്ള വീഡിയോസൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ വീഡിയോയും ഫോട്ടോസും ഒന്നും അലൗഡ് അല്ല. ക്യാമറാമാൻ തന്നെ നമുക്ക് ഫോട്ടോസ് എടുത്ത് തരുന്നതാണ്. പിന്നെ ഇവിടെ അരങ്ങേറ്റമൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസ് പ്രോഗ്രാംസ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചൊന്ന് കടയിൽ കൂടിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. ഏട്ടന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറങ്ങാൻ പറ്റില്ലല്ലോ. കുളത്തിൽ ഒരുപാട് മീൻ. ഇതൊക്കെ എനിക്ക് ഭയങ്കര എൻ്റെ ഫീലിംഗ് ഞാൻ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഫുഡ് കഴിക്കുമ്പോഴൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ കയ്യിൽ ഒന്നുകിൽ എൻ്റെ നിച്ചുമോൻ അല്ലെങ്കിൽ വാവ, അങ്ങനെ മാറി മാറി ആൾക്കാരുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും എൻ്റെ കസിനും കൂടിയൊക്കെ ഇങ്ങനെ നടന്ന് പോവാണ്. പിന്നെ ഞങ്ങൾ ആനനെ കാണാൻ പോയേ. അയ്യോ, ആന എന്ന് പറഞ്ഞാൽ നിച്ചുമോന് ഭയങ്കര ഇഷ്ടമായി കണ്ടിട്ട്. എനിക്കും ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത്രയും എണ്ണത്തിന് ഇത്രയും അടുത്തൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഞങ്ങൾ ഇതിനകത്തൂടെ ഒരുപാട് നടന്നു. അതിനിടയിൽ അവർ ആനേനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. കുളിപ്പിക്കുന്നതിനിടയിൽ ആനേൻ്റെ കയ്യിൽ അവർ ഓസ് സ്വന്തമായിട്ട് വെച്ചെടുത്തിട്ട് ആന സ്വന്തമായിട്ട് മേലേക്ക് വെള്ളം ഒഴിച്ച് കുളിക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. പിന്നെ കൊമ്പുള്ള ആനേനെയും കൊമ്പില്ലാത്ത ആനേനെയും, അതായത് പിടിയാനേനെയും കൊമ്പനാനേനെയും ഒക്കെ കണ്ടു. ഞാൻ നിച്ചുവിന് ഓരോന്നും പറഞ്ഞൊക്കെ കൊടുത്തു. അങ്ങനെ ഇവിടെയൊക്കെ പോകുമ്പം മൈൻഡ് നല്ല റിലാക്സ് ആവും, നല്ല ഹാപ്പിയാവും. അങ്ങനെ ഞങ്ങൾ കുറേ ഇതിൽ നടന്നു. പിന്നെ പൊന്നുവിൻ്റെ ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ഏട്ടൻ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് കുറച്ച് ഉറങ്ങി. കാരണം ആൾ ഇന്നലെ കണ്ടിന്യൂസ് ഉറങ്ങിയില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ ഞങ്ങൾ പകുതി വെച്ച് പോയി തട്ടുകടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ റിലാക്സ് ആയിട്ടാണ് തിരിച്ചു വന്നത്. ഒന്നും വീഡിയോസ് ഇടാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ഞങ്ങളെടുത്ത ഫോട്ടോസൊക്കെയാണ് കേട്ടോ. ഇത് പൊന്നുവിൻ്റെ ഏട്ടനൊക്കെയാണ്, പൊന്നുവിൻ്റെ ഫാമിലിയാണ്. അപ്പം നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഉള്ള ഒരു അടിപൊളി ദിവസം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ, സീ യു. ചാനൽ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കേ.